നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള മുഖ്യമന്ത്രി ആര് എന്ന 10 ദിവസത്തെ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അത് കേരളത്തിലെ ജനഹിതം പോലെ തന്നെ വി.ഡി. സതീശൻ തന്നെ കേരള മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം AICCയിൽ നിന്ന് വരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം സംസാരിച്ച കൂടിയാലോചനകൾക്ക് ശേഷം നടത്തി വി.ഡി. സതീശൻ എന്നൊരു പേരിലേക്ക് എത്തുകയായിരുന്നു. ഇനി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേരളം പ്രതികരിക്കുക എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം രണ്ടുപേർക്കും ലഭിച്ചിരുന്നില്ല. അത് കോൺഗ്രസിന്റെ ഭാവിയെ പോലും തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അതുപോലെ തന്നെ AICC എന്ത് തീരുമാനിച്ചാലും അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അത് വഴങ്ങുന്ന ആളാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയും വിളിച്ച് അവർ അന്വയിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിനെ വിളിച്ച് അന്വയിപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഉടക്കി നിന്ന രണ്ടുപേരെയും വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മല്ലികാർജ്ജുന ഖാർഗെയും ദീപാദാസ് മുൻഷിയും ഒക്കെ ചേർന്നുകൊണ്ട് അല്പസമയം മുൻപാണ് AICC ആസ്ഥാനത്ത് ഇത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഈ പേര് വ്യക്തമാക്കിയത്. സതീശൻ ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അല്പസമയത്തിനകം എത്തും. വരുന്ന സതീശൻ മുഖ്യമന്ത്രിയായിട്ടാണ് വരുന്നത്. MLA ആയി തിരിച്ചുപോയ സതീശൻ മുഖ്യമന്ത്രിയായിട്ട് എത്തുമ്പോൾ, പ്രതിപക്ഷ നേതാവ് തിരിച്ചുപോയ സതീശൻ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ ആഘോഷ ആവേശ ആരവങ്ങൾ അങ്ങനെ മുഴങ്ങുകയാണ്. KPCC അങ്ങനെ ആ വാനോളം അങ്ങനെ ഉയർന്നു നിൽക്കുന്നു. കഴിഞ്ഞ 10 ദിവസത്തിന് ശേഷം വന്ന ഈ ഒരു ആവേശം അത് ഒട്ടും കടുത്തുന്ന ഒരു ദിവസം തന്നെയായിരുന്നു കഴിഞ്ഞ 10 ദിവസം. എന്തായാലും വി.ഡി. സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് ജനങ്ങളുടെ ആവശ്യം പോലെ, പ്രവർത്തകരുടെ ആവേശം പോലെയൊക്കെ തന്നെ ഒറ്റ പേരിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിട്ടു പോവുകയുള്ളൂ എന്ന് പറയുന്ന നൂറ് കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ KPCCയുടെ മുന്നിൽ വന്ന് നിന്നിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഇവരെല്ലാവരും KPCCയുടെ മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. മാത്രമല്ല ആലുവയിലെ വി.ഡി. സതീശന്റെ വീടിന് മുന്നിലുള്ള ആ ജനസാഗരം നമ്മൾ കണ്ടതാണ്. അങ്ങനെ പുഴയായി ഒഴുകി ജനം അങ്ങനെ വലിയ കടലായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വി.ഡി. സതീശന്റെ ഈ മതിലിന് മുകളിൽ പോലും സതീശനെ കാണാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും 12 മണിക്ക് തന്നെയാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അതിന്റെ ഫോർമുലയൊക്കെ തന്നെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. എന്തായാലും കേരള മുഖ്യമന്ത്രി അത് വി.ഡി. സതീശൻ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാകുമ്പോൾ ഇനി കാണാൻ പോകുന്ന അംഗം അതൊരു ഒന്നൊന്നര അംഗം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ കേരള ജനതയുടെ ആഗ്രഹം പോലെ തന്നെ വി.ഡി. സതീശൻ ഇതാ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ തീർച്ചയായിട്ടും നിരവധി ആവേശങ്ങൾ, നിരവധി ആഗ്രഹങ്ങൾ, നിരവധി നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. എന്തായാലും അതിനൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വി.ഡി. സതീശന് കഴിയട്ടെ നമുക്ക് ആശംസിക്കാം. മറ്റ് മന്ത്രിമാർ എങ്ങനെയാണ് എന്നറിയില്ല, ഏതൊക്കെ ഭാഗത്താണെന്ന് അറിയില്ല. എന്തായാലും ലീഗ് പിടിച്ച അതേ വഴിയിൽ തന്നെ AICC വന്ന് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് AICC ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഈ ഒരു തീരുമാനത്തിലേക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ വലിയ രീതിയിലാവുമായിരുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് അപ്പാടെ താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് വന്ന് നിൽക്കുകയാണ് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ.